ഹായ് മക്കളെ, അപ്പോൾ നമുക്കിത് അടിപൊളിയായിട്ട് ഡിപ്രീസിയേഷൻ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. ഇത് നിർബന്ധമായിട്ടും പഠിച്ചോളൂ, കാരണം ക്വസ്റ്റ്യൻ ഷുവറാണ്. മെഷീനറി അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു അസറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ. 2 ടൈപ്പിൽ നമുക്ക് ഡിപ്രീസിയേഷൻ ഉണ്ട്, അറിയാലോ. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഉണ്ട്, ഒറിജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഉണ്ട്. ഇതിൽ രണ്ടിലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് പഠിച്ചോളാം, സാർ സെറ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ മക്കളെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കോ. ജൂലൈ 2014 ഓക്കെ, ഗോൾഡൻ സ്റ്റോഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്തു. 85,000 അതിൻ്റെ വാല്യൂ. 10,000 അതുപോലെ തന്നെ ഒരു 5,000 അതിന് എക്സ്ട്രാ ഇൻസ്റ്റാളേഷന് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സെറ്റ്. പിന്നെന്താ അനദർ പ്ലാന്റ് അല്ലെ, എപ്പോഴോ 2014 കഴിഞ്ഞാൽ 16 അല്ലെ, 16 ജനുവരി 1 എന്താ മറ്റൊരു പ്ലാന്റ് 50,000 അവർ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? 10% ഡിപ്രിസിയേഷൻ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡിലാണ്. അതിനുശേഷം 2016 ഓക്കെ, 16 തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? 16 പകുതി ജൂലൈയിൽ നിന്ന് 2014 വാങ്ങിയിട്ടുള്ള അസറ്റ് 75,000 അവർ വിറ്റു. ഓക്കെ, നമുക്ക് ആ 3 വർഷത്തെ എന്ത് കാണണം? അസറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ, നിർബന്ധമായിട്ടും പഠിച്ചോളാം. ഓക്കെ, റിട്ടേൺ ഡൗൺ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഒരു അസറ്റ് വാങ്ങുന്നത്, അതിൻ്റെ ഇടയിൽ 2 വർഷം കഴിഞ്ഞാൽ ആ ഒരു അസറ്റ് വിൽക്കുന്ന കേസ്. ഓക്കെ, സിമ്പിളായിട്ട് നോക്കിക്കോ, ക്വസ്റ്റ്യൻ നോക്കിക്കോ. ശ്രദ്ധിച്ചോ. ഒന്നാമത് 2014 ജൂലൈയിൽ നമ്മൾ ആ ഒരു അസറ്റ് അല്ലെ, 1 ലക്ഷത്തിന്, 1 ലക്ഷം മീൻസ് 85,000 പിന്നെ ഇൻസ്റ്റാളേഷൻ ചാർജ് 10,000 കൂടെ കൂട്ടി 1 ലക്ഷത്തിന് അസറ്റ് വാങ്ങുന്നു. കണ്ടല്ലോ, ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്തു. സെറ്റ്. ആ വർഷം ലാസ്റ്റ് അതായത് 31/12 അല്ലെ, ഡിസംബറിൽ നമ്മൾ 2014 ഡിസംബറിൽ നമ്മൾ അതിന്റെ ഡിപ്രിസിയേഷൻ കാണും. നമുക്കറിയാം ജൂലൈയിലാണ് വാങ്ങുന്നത്, അപ്പോൾ നമ്മൾ എത്ര കണ്ടാൽ മതി? 6 മാസത്തെ ഡിപ്രിസിയേഷൻ കണ്ടാൽ മതി അല്ലേ. 10% 6 മാസത്തെ 5,000 വന്നു. റെഡി. ആ വർഷം നമ്മൾ ബാലൻസ് ചെയ്തിട്ടു 95,000 വരുന്നു. അടുത്ത വർഷത്തേക്ക് ഐ മീൻ 15ലേക്ക് ഇറക്കിയിരുന്നു. 15 നമുക്കറിയാം പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെന്റുകളും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. സോ 15 ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിപ്രിസിയേഷൻ കാണുന്നു അല്ലെ. 15 നമ്മൾ എങ്ങനെയാണ് ഡിപ്രിസിയേഷൻ കാണുക? ഇത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. അപ്പം ഒറിജിനൽ കോസ്റ്റിന്റെ ബേസിൽ തന്നെ അല്ലെ, ഒറിജിനൽ കോസ്റ്റ് എത്രയാ? 1 ലക്ഷമാണ്, അതിന്റെ 10%. റെഡി. എത്രയാ? 10,000 കിട്ടി. 10,000 കിട്ടി. അത് നമ്മൾ എന്താക്കുന്നു? വീണ്ടും ബാലൻസ് ചെയ്തിട്ടു 85,000. ഓക്കെ, ആ 85,000 നമ്മൾ അടുത്ത വർഷം 16ലേക്ക് ഇറക്കിയിട്ടു. സെറ്റ്. 16ലാണ് നമുക്ക് എന്തുള്ളത്? യെസ്, കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ ഉള്ളത്. എന്തൊക്കെയാണ് 16 അഡ്ജസ്റ്റ്മെന്റുകൾ വരുന്നത്? 16 നമ്മൾ ഒരു അനദർ പ്ലാന്റ് അല്ലെ, ജനുവരി 1 തന്നെ 16 തുടക്കം തന്നെ നമ്മൾ 50,000 പുതിയൊരു പ്ലാന്റ് വാങ്ങി. അത് നമ്മൾ കാണിച്ചു അല്ലെ. ജനുവരി 1 തന്നെ 16 പുതിയൊരു പ്ലാന്റ് 50,000 നമ്മൾ വാങ്ങി. സെറ്റ് അല്ലേ? അത് നമ്മൾ കാണിച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? യെസ്, 2016 ജൂലൈയിൽ ആണോ, 2016 ജൂലൈയിൽ എന്ത് ചെയ്തു? 2014 ജൂലൈയിൽ വാങ്ങിയിട്ടുള്ള ആ ഒരു അസറ്റ് 75,000 വിറ്റു. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇനി കാണിക്കേണ്ടത്. അപ്പോൾ അവിടെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട അഡ്ജസ്റ്റ്മെന്റുകൾ ഏതൊക്കെ? ആദ്യം തന്നെ വിൽക്കുന്നത് നമ്മൾ കാണിക്കണം അല്ലേ. യെസ്, അപ്പോൾ ജൂലൈ 1 എന്ത് ചെയ്തു? വിൽക്കുന്നു അല്ലെ. വിൽക്കുക, വാങ്ങുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നു. അപ്പോൾ വിൽക്കുക എന്ന് പറയുമ്പോൾ നേരെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചാൽ മതി അല്ലെ. 75,000 വിറ്റത് കാണിച്ചു. സെറ്റ് അല്ലേ? റെഡി. ഇനിയോ ജൂലൈ 1 വിൽക്കുന്നത് അല്ലെ, അതായത് 2016 ജൂലൈയിലാണ്. അപ്പോൾ ആദ്യത്തെ ആ ഒരു 6 മാസം ആ ഒരു അസറ്റ് നമ്മുടെ കയ്യിലില്ലേ? റെഡി. അപ്പോൾ ആ ഒരു ആദ്യത്തെ 6 മാസത്തെ ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? യെസ്, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? സിമ്പിൾ. അറിയാം, അത് ഒറിജിനൽ കോസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. അപ്പോൾ ആ ഒരു ഒറിജിനൽ കോസ്റ്റിന്റെ ബേസിൽ തന്നെ കാണുക. ഒറിജിനൽ കോസ്റ്റ് എത്രയാണ്? 1 ലക്ഷമാണ് ആ ഒരു അസറ്റിന്റെ വാല്യൂ അല്ലെ. 1 ലക്ഷത്തിന്റെ 10% ഇൻറ്റു 6 മാസം അല്ലെ. 6 മാസത്തേക്കുള്ള ഡിപ്രിസിയേഷൻ കണ്ടാൽ മതി. എത്ര വരുന്നു? 5,000 6 മാസത്തെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? റെഡി അല്ലേ? യെസ്, അപ്പോൾ അതും നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. അത് വിൽക്കുന്നത് വരെയുള്ള ഡിപ്രിസിയേഷൻ നമ്മൾ കണ്ടു. റെഡി അല്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്ത് കാണണം? ഒരു അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കാണണ്ടേ? അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? വളരെ എളുപ്പമാണ്. എന്താണ്? 85,000 ആ ഒരു അസറ്റിന് 2016 തുടക്കം വാല്യൂ അല്ലെ. 85,000. ഓക്കെ, 2016 ജൂലൈയിൽ ആ ഒരു അസറ്റ് നമ്മൾ വിൽക്കുന്നു അല്ലെ, 6 മാസം. ഓക്കെ, അപ്പോൾ ആ ഒരു 6 മാസം കഴിഞ്ഞ് നമ്മളത് വിൽക്കുമ്പോൾ 6 മാസം വരെയുള്ള ഡിപ്രിസിയേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയാ? 5,000. അപ്പോൾ മക്കളെ 85,000 നിന്നും 6 മാസം കഴിഞ്ഞ് നമ്മൾ വിൽക്കുന്നത് വരെയുള്ള ഡിപ്രിസിയേഷൻ 5,000 അല്ലേ. അതോടെ കഴിച്ച് വിൽക്കുമ്പോൾ കറക്റ്റ് ആ ഒരു അസറ്റിന്റെ വാല്യൂ എത്രയാ? 80,000 അല്ലെ. എത്രയാ? 80,000. അപ്പോൾ ഈ 80,000 വാല്യൂ ഉള്ള അസറ്റാണ് നമ്മളെപ്പോൾ ജൂലൈയിൽ എങ്ങനെ വിൽക്കുന്നത്? 75,000 വിൽക്കുന്നത് അല്ലെ. എത്ര? 75,000. അപ്പോൾ 5,000 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ലോസ് ആണ്. സിമ്പിൾ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലോസ് നമ്മൾ 5,000 കാണിച്ചു. സെറ്റ് അല്ലേ? അപ്പം ലോസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലും പ്രോഫിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുക. അത് അങ്ങോട്ട് ഓർത്ത് വയ്ക്കുക. സെറ്റ് അല്ലേ? കഴിഞ്ഞു. സിമ്പിൾ. ഇനി എന്താണുള്ളത്? ഇനിയൊന്നുമില്ല. നമ്മൾ രണ്ടാമത് വാങ്ങിയ ഈ ഒരു അസറ്റ് 50,000 ഈ ഒരു അസറ്റിന്റെ ഡിപ്രിസിയേഷൻ നമ്മൾ കാണുന്നത് 50,000 10%. ഓക്കെ, ജനുവരിയിൽ വാങ്ങിയോണ്ട് ആ വർഷം ഫുള്ള് 10% കണ്ടു. അതെടുത്തിട്ട് സാധാ പോലെ ബാലൻസ് ചെയ്യുന്നു. പരിപാടി കഴിച്ചു.
സിമ്പിൾ അല്ലേ? അപ്പം ശ്രദ്ധിക്കേണ്ട എന്താണ്, അസറ്റ് വിൽക്കുമ്പോൾ വിറ്റത് കാണിച്ചു, വിൽക്കുന്നത് വരെയുള്ള ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം, ദെൻ ലാസ്റ്റ് എന്താ അത് വിറ്റാൽ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കാണിക്കണം. അപ്പം എന്താ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ ഇത് ഈ ഒരു മെത്തേഡ് നല്ല രീതിക്ക് പഠിച്ചോളാം. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ബൈ ഹാർട്ടെങ്കിലും ആക്കി എഴുതിയോ വായിച്ചോ പാട്ടുപാടി എങ്ങനെയെങ്കിലും പഠിച്ചു വെച്ചോളാം. ഷുവറാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഇതാ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചോ, കുറച്ചധികം ടഫൊക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അത് ഈ ലെവലിലായിരിക്കും. ഓക്കെ, ഇതൊന്ന് വൃത്തിക്ക് പഠിച്ചു വെച്ചോളാം. അവിടെ ശ്രദ്ധിച്ചോ, ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ജനുവരി 1 2005 ഓക്കെ, ഒരു കമ്പനി 12,000 ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു. ഓക്കെ റെഡി. പിന്നെയോ ഓക്കെ, അടുത്ത വർഷം 2006 ജൂണിന് എന്താ അഡീഷണൽ മെഷീനറി വീണ്ടും പർച്ചേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഇത് രണ്ടും അങ്ങോട്ട് റെക്കോർഡ് ചെയ്ത് കാണാം. ഓക്കെ, അവിടെ ശ്രദ്ധിച്ചോ, ആദ്യത്തെ വർഷം എന്താ 2005 12,000 ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു അല്ലെ. ആ വർഷം നമ്മൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ കണ്ടു. ഓക്കെ, 15% യെസ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അവിടെ പോയി റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ 15%. ഓക്കെ റെഡി. അപ്പോൾ അത് ശ്രദ്ധിച്ചോ, ആദ്യത്തെ വർഷം നമ്മൾ എന്താ 12,000 15% കണ്ടു, 1800. ആ വർഷം എന്താ ബാലൻസ് ചെയ്തു, 10,200 അത് നമ്മൾ നേരെ ഇങ്ങോട്ട് ഇറക്കിയിട്ടു. റെഡി അല്ലേ? സെക്കൻഡ് ഇയറിൽ നമ്മളെന്താ വീണ്ടും പറഞ്ഞു എന്താ 30 അല്ലെ, രണ്ടാമത്തെ വർഷം 2006 ജനുവരി 30 2000 പുതിയൊരു മെഷീനറിയും കൂടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ അല്ലെ. അത് നമുക്ക് കാണിക്കണ്ടേ, അത് നമ്മൾ അവിടെ കാണിച്ചു കണ്ടോ. 2006 ഓൾറെഡി ഉള്ള ബാലൻസും ഉണ്ട്, പിന്നെ 6 നമ്മൾ വാങ്ങിയ പുതിയ അസറ്റും 2000 കാണിച്ചു. സെറ്റ് അല്ലേ? ഇനിയോ ആ വർഷം ലാസ്റ്റ് എന്താ ഈ രണ്ടിൻ്റെ നമുക്ക് എന്താ ഡിപ്രീസിയേഷൻ കാണും. ഇങ്ങനെ 2-3 അസറ്റുകളൊക്കെ വരുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യുക, രണ്ടിനും എന്താ ഇതേപോലെ സെപ്പറേറ്റ് ഡിപ്രീസിയേഷൻ കാണുക. ഡിപ്രീസിയേഷൻ 1 ഡിപ്രീസിയേഷൻ 2 എന്നുള്ള രീതിയിൽ എഴുതി കാണുക, കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചോ, ആദ്യത്തെ നമുക്ക് കാണാം ഡിപ്രീസിയേഷൻ 1 എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ അസറ്റ് അല്ലെ, ആദ്യത്തെ അസറ്റിന് എത്രയാ വാല്യൂ ഉള്ളത്, അതിൻ്റെ ബുക്ക് വാല്യൂ എത്രയാ, ഇത്രയും ബുക്ക് വാല്യൂ അല്ലേ. ആദ്യത്തെ വർഷം ഡിപ്രീസിയേഷൻ കഴിഞ്ഞ് കറക്റ്റ് വാല്യൂ എത്രയാണ് സെക്കൻഡ് ഇയറിൽ എത്തുമ്പോൾ 10,200. അപ്പോൾ 10,200 നമ്മൾ 5% കണ്ടു. ദെൻ എന്താണ് സെക്കൻഡ് അസറ്റ് അല്ലേ, അത്ര 2000 അസറ്റ് നമുക്കറിയാം ജൂണിലാണ്, ജൂൺ ലാസ്റ്റ് ആണ് വാങ്ങുന്നത്. അപ്പോൾ അല്ലേ 6 മാസത്തെ നമ്മൾ കണ്ടാൽ മതി ഇനിയുള്ള. ഓക്കെ, അപ്പോൾ 2000 5% 6 മാസം എത്രയാ 150. അത് നമ്മൾ ബാലൻസ് ചെയ്തിട്ടു എത്രയാ 10,520 നമ്മൾ ഇറക്കി 2007 ഇറക്കിയിട്ടു. സെറ്റ് അല്ലേ? റെഡി അല്ലേ? യെസ്. ഇനി നമുക്ക് 2007 കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. എന്തൊക്കെയാ? ഓൺ 31st March 2007 one of the original machine which had cost 500 was found to be obsolete was sold scrap for 50. ഓക്കെ, ഇതവിടെ നമ്മളോട് എത്രയാ യെസ് നമ്മളോട് എന്താ പറഞ്ഞത്, ഓക്കെ 500 രൂപയുള്ള ഒരു അസറ്റ് നമ്മൾ വിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. എത്രയ്ക്ക് 50 രൂപയ്ക്ക്. പക്ഷേ ഇവിടെ മക്കളെ ഇതിൽ ഏത് അസറ്റിൻ്റെ പോസ്റ്റാണെന്നുള്ളത് പറഞ്ഞില്ല, ചിലപ്പോൾ ക്വസ്റ്റിൽ മിസ്സായി പോയതെങ്ങനെ ആവാം. നമുക്ക് ആദ്യം വാങ്ങിയതാ ഈ 12,000 രൂപയുടെ അസറ്റിൽ നിന്ന് 500 രൂപയാണ് 500 രൂപയുടെ അസറ്റാണ് വിൽക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ച് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം വാങ്ങിയതിൽ നിന്ന് നമ്മളെന്താ 500 രൂപേൻ്റെ വിലയുള്ള അസറ്റ് എപ്പോഴാണ് വിൽക്കുന്നത്, 2007 മാർച്ച് 31 വിൽക്കുന്നത്. ഓക്കെ, 2007 മാർച്ച് 31 വിൽക്കുന്നത്. അപ്പോൾ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ശ്രദ്ധിച്ചോ, അപ്പം വിൽക്കുന്നത് നമുക്ക് ആദ്യം കാണിക്കണമല്ലോ അല്ലെ. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് കാണിക്കാം. അപ്പം മാർച്ച് 31 നമ്മൾ എന്ത് കാണിച്ചു, എത്ര രൂപയ്ക്കാ 50 രൂപയ്ക്കാണ് വിൽക്കുന്നത് അല്ലെ, ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു. ഇനിയോ എന്ത് കാണണം, അത് വിൽക്കുന്നത് വരെയുള്ള ഡിപ്രീസിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ അല്ലെ. എത്ര 2007 മാർച്ചിലാണ് വിൽക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 3 മാസം അത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ 3 മാസത്തെ ഡിപ്രീസിയേഷൻ കാണണം. എങ്ങനെയാണ് കാണുക, സിമ്പിൾ. എങ്ങനെയാണ് സിമ്പിൾ അല്ലേ, നോക്കിയോ 500 രൂപേൻ്റെ മെഷീനറിയാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ 500 രൂപയ്ക്ക് ആദ്യത്തെ വർഷം 5% നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടു. അതായത് 2005 എത്രയാ 75. അതായത് കുറച്ചിട്ടു 2006 ആകുമ്പോഴത്തേ അതിൻ്റെ ബുക്ക് വാല്യൂ എത്രയാ 425. അപ്പോൾ 425 വീണ്ടും 2006 നമ്മളെന്താ വീണ്ടും 5% ഡിപ്രീസിയേഷൻ കണ്ടു. എത്രയാ 64 വരും. 64 ബുക്ക് വാല്യൂ കുറച്ച് 2007 ആകുമ്പോൾ അല്ലേ, 2007 ആകുമ്പോൾ എത്രയാ യെസ് 361 അതിൻ്റെ വാല്യൂ വരുന്നത്. പിന്നെന്താ വിൽക്കുന്നത് വരെ അല്ലെ, ആദ്യത്തെ 3 മാസം അല്ലെ മാർച്ചിലാണ് വിൽക്കുന്നത്. അപ്പോൾ 3 മാസത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ കാണണം അല്ലെ. അപ്പോൾ എത്രയാ 361 ഇൻറ്റു 15% ഇൻറ്റു 3/12 അല്ലെ. 3 മാസം ജനുവരി ഫെബ്രുവരി മാർച്ച് 3 മാസത്തെ നമ്മൾ കണ്ടു. അപ്പോൾ എത്രയാണ് വിൽക്കുന്നത് വരെയുള്ള ഡിപ്രീസിയേഷൻ നമുക്ക് കിട്ടി, എത്രയാ 14 രൂപ. റെഡിയല്ലേ? ആ 14 നമ്മൾ അങ്ങോട്ട് റെക്കോർഡ് ചെയ്തു. സെറ്റ് റെഡി. ബുക്ക് വാല്യൂ ആണ്, റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുമ്പോൾ ബുക്ക് വാല്യൂലാണ് നമ്മളെ കാൽക്കുലേഷൻ വരിക. അത് ശ്രദ്ധിക്കണേ. റെഡി, ഓക്കെ സെറ്റ്. പിന്നെ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, വിൽക്കുകയാണെങ്കിൽ നമ്മളവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്കണം, അത് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അത് അവിടെ നമുക്ക് എന്താണെന്ന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്കാം. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം, സിമ്പിൾ. എങ്ങനെയാ വിൽക്കുന്നത് വരെയുള്ള അല്ലെ ഡിപ്രീസിയേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. 2007 തുടക്കമുള്ള വാല്യൂ നമുക്കറിയാം, ബുക്ക് വാല്യൂ അറിയാം. അതിൽ നിന്നും വിൽക്കുന്നത് വരെയുള്ള ഡിപ്രീസിയേഷൻ നമുക്കറിയാം. റെഡി, അപ്പം 361 നിന്നും വിൽക്കുന്നത് വരെയുള്ള ഡിപ്രീസിയേഷൻ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എത്ര വരുന്നു,
347 രൂപ ആ ഒരു അസറ്റിന്റെ വാല്യൂ ആയിട്ട് വരുന്നു അല്ലെ. അപ്പോൾ ആ ഒരു അസറ്റ് 347 രൂപ വിലയുള്ള ആ ഒരു അസറ്റ് 50 രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 297 രൂപ നമുക്ക് എന്താണ്, ലോസ് ആണ് അല്ലെ. 297 രൂപ ലോസ് ആണ്. അത് നമ്മളിത് അവിടെ അങ്ങോട്ട് കാണിച്ചു. സെറ്റ് അല്ലേ, കഴിഞ്ഞു പരിപാടി, വിൽപ്പനയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്തുണ്ട്, ഇനിയാണ് നിങ്ങൾ കൺഫ്യൂഷൻ ആവുന്ന കുറച്ചൊരു ചെറിയ പോർഷൻ വരാൻ പോകുന്നത്. യെസ്, ആദ്യത്തെ 12,000 രൂപയുടെ അസറ്റിൽ നിന്നും 500 രൂപയുടെ അസറ്റാണ് നമ്മൾ വിറ്റിട്ടുള്ളത് അല്ലേ. അപ്പോൾ ബാക്കി എന്താ, അതിൻ്റെ ഒരു ബാക്കി പോർഷൻസ് അവിടെ ഉണ്ടാവും 500 കഴിച്ചിട്ടുള്ളത് അല്ലേ. അതിൻ്റെ ഡിപ്രിസിയേഷൻ നമ്മൾ കാണണം. പിന്നെയോ സെക്കൻഡ് ഇയറിൽ നമ്മൾ വാങ്ങിയതാ 2000-ന്റെ അസറ്റ് ഉണ്ട്, അതിൻ്റെ ഡിപ്രിസിയേഷൻ കാണണം. പിന്നെ യെസ് നമ്മളിതാ ഓക്കെ അവിടെ ശ്രദ്ധിച്ചോ, നമ്മൾ ലാസ്റ്റ് അതായത് ഇത് വിൽക്കുന്ന ആ സെയിം ഡേ തന്നെ 800-ന് ഇത് വിൽക്കുന്ന മാർച്ച് 31-ന് തന്നെ സെയിം ഡേ നമ്മളിതാ 800-ന് മറ്റൊരു അസറ്റ് കൂടെ വാങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് സാർ ഇതാ അവിടെ കൊടുത്തിട്ടുള്ളത്, ഇതാ അവിടെ കാണിച്ചിട്ടുള്ളത് 800 രൂപയ്ക്ക് ആ സെയിം ഡേ അല്ല പുതിയൊരു അസറ്റ് നമ്മൾ വാങ്ങുന്നുണ്ട് അതും. ഓക്കെ, അപ്പോൾ ഇതിന് 3-ന്റെ കൂടെ ഡിപ്രിസിയേഷൻ നമുക്ക് കാണും. സെറ്റ് അല്ലേ, റെഡി അല്ലേ. അപ്പോൾ മക്കൾ ഒരുപാട് ശ്രദ്ധിച്ചോ, നമ്മളെ ശ്രദ്ധിച്ചോ. ആദ്യത്തെ അസറ്റിൻ്റെ തന്നെ ഡിപ്രിസിയേഷൻ നമുക്ക് കാണാം. ആദ്യത്തെ അസറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മൾ തുടക്കം വാങ്ങിയിട്ടുള്ള 12,000-ന് തുടക്കം വാങ്ങിയിട്ടുള്ള ഈ ഒരു അസറ്റ്. ഓക്കെ, 2014 വാങ്ങിയിട്ടുള്ള 2005 വാങ്ങിയിട്ടുള്ള ഈ ഒരു അസറ്റ്. ഓക്കെ, ഈ ഒരു അസറ്റിൻ്റെ ഒരു പോർഷൻ 500 നമ്മൾ അപ്പം 2007 മാർച്ചിന് വിറ്റിട്ടുള്ളത്. ഓക്കെ, അപ്പം അതിൻ്റെ ബാക്കിയുള്ള ഡിപ്രിസിയേഷൻ എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ അതിനാണ് സെപ്പറേറ്റ് ഇങ്ങനെ എഴുതി വെച്ചുവിടാം. ഓക്കെ, സാറ് പറഞ്ഞു ഓരോന്നിൻ്റെ ഡിപ്രിസിയേഷൻ സെപ്പറേറ്റ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻ കഴിയും. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, ഒന്നാമത്തെ അസറ്റ്. ഓക്കെ, അത് ആദ്യത്തെ വർഷം 12,000 ആയിരുന്നു അതിൻ്റെ വാല്യൂ. ആദ്യത്തെ വർഷത്തെ ഡിപ്രിസിയേഷൻ 1800 കഴിച്ച് സെക്കൻഡ് ഇയറിലേക്ക് എത്തുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ എത്രയാ, 10,800 ആയി. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഇയറിൽ അതിൻ്റെ ഡിപ്രിസിയേഷൻ 1530 ആണ്, 5% വെച്ചിട്ട്. അതും കഴിഞ്ഞ് തേർഡ് ഇയർ അതായത് 2007. ഓക്കെ, ശ്രദ്ധിക്കണേ, ഇവിടെ ശ്രദ്ധിച്ചോ, 2007 തുടക്കം. ഓക്കെ, 2007 തുടക്കം ആ ഒരു അസറ്റിന്റെ വാല്യൂ എത്രയാ, 86,70 ആണ്. ഓക്കെ, 86,70 റെഡി. അപ്പോൾ തേർഡ് ഇയറിലെ ബിഗിനിങ്ങിലുള്ള വാല്യൂ. അപ്പോൾ ഈ 86,70 എന്ത് സംഭവിച്ചിട്ടുള്ളത്, 500 രൂപയുടെ അസറ്റ് നമ്മൾ എന്താക്കിയിട്ടുള്ളത്, മാർച്ചിന് വിറ്റിട്ടുള്ളത്. ഓക്കെ, 500 രൂപയുടെ അസറ്റ്. അപ്പോൾ ഈ 86,70 നിന്നും അല്ലെ 500 രൂപയുടെ അസറ്റ് വിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എന്താ, ഒറിജിനൽ കോസ്റ്റ് 500 ഒറിജിനൽ കോസ്റ്റ് അല്ല എടുക്കുക. ഇത് മെത്തഡാ, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തഡാ അല്ലെ. അപ്പം അത് വിൽക്കുമ്പോൾ വരെയുള്ള എന്താ, ബുക്ക് വാല്യൂ അല്ലെ, ഡിപ്രിസിയേഷൻ ഒക്കെ കഴിച്ചിട്ടുള്ള ബുക്ക് വാല്യൂ ആണ് നമ്മൾ ഇവിടെ എടുക്കുക. പക്ഷേ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, കഴിഞ്ഞ മെത്തേഡിലാണെങ്കിൽ നമ്മൾ 500 തന്നെയാണ് കുറയ്ക്കുക. പക്ഷേ ഇവിടെ ഏതാ നമ്മൾ കുറയ്ക്കേണ്ടത്, യെസ്, ബുക്ക് വാല്യൂ ആണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ ബുക്ക് വാല്യൂ നമുക്കറിയാം എത്രയാ, 347 അല്ലെ. എന്താ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ വിൽക്കുന്ന അസറ്റിന് അല്ലെ വിൽക്കുന്നത് വരെയുള്ള ഡിപ്രിസിയേഷൻ ഒക്കെ കഴിച്ചിട്ടുള്ള വാല്യൂ, ബുക്ക് വാല്യൂ അല്ലെ. അപ്പോൾ ആ ബുക്ക് വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു അസറ്റിന്റെ ബിഗിനിങ്ങിലുള്ള വാല്യൂവിൽ നിന്നും അല്ലെ ആ 500 രൂപ വിൽക്കുന്ന അസറ്റിന്റെ ബുക്ക് വാല്യൂ നമ്മൾ കുറയ്ക്കുന്നു. ഓക്കെ റെഡി. അപ്പം അതായത് 500 രൂപേൻ്റെ അസറ്റാണ് മാർച്ചിൽ വിൽക്കുന്നത് അല്ലെ. അപ്പം മാർച്ച് തുടക്കം വരെ എന്താണ്, ആ 500 ഉൾപ്പെടെയുള്ള എന്താ വാല്യൂ അല്ലെ, ബിഗിനിങ് വാല്യൂ ആണ് 86,70 എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്താ, യെസ്, വിൽക്കുന്ന ആ ഒരു അസറ്റിന്റെ ബുക്ക് വാല്യൂ നമ്മൾ കുറച്ചു. അപ്പോൾ കറക്റ്റ് മാർച്ചിലെ വാല്യൂ എത്രയാണ് നമ്മുടെ അസറ്റിന്റെ, അതായത് 12,000 രൂപയ്ക്ക് തുടക്കം നമ്മൾ വാങ്ങിയ ഒരു അസറ്റ് മാർച്ചിൽ ആ 500 കൂടെ വിറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ള അസറ്റിന്റെ വാല്യൂ എത്രയാ, 83.23 ആണ്. സെറ്റ് അല്ലേ, 83.23 റെഡി. അപ്പം ഈ 83.23 നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മക്കളെ, എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, /ഡിപ്രിസിയേഷൻ ബാക്കിയുള്ള മാസത്തിന് അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കിയുള്ള മാസത്തിന് അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് 83.23-ന്റെ 5% × 9/12. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാൽക്കുലേഷൻ. ഇതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാൽക്കുലേഷൻ. ആ ഒരു വർഷം തുടക്കം 86,70 ആയിരുന്നു ആ ഒരു അസറ്റിൻ്റെ വാല്യൂ. അപ്പം തുടങ്ങി ആ ഒരു 3 മാസത്തിലുള്ള അതിലൊരു 500 പോയി അല്ലെ, 500 നമ്മൾ വിറ്റ് കളഞ്ഞു. അപ്പോൾ ആ വിറ്റ 500-ന്റെ ബുക്ക് വാല്യൂ കണ്ടുപിടിച്ച് അത് നമ്മൾ എന്താക്കണം, ഇതിൽ നിന്നും കുറയ്ക്കണം. അപ്പോൾ എന്താണ്, ആ വിൽച്ചതിന് ശേഷം അല്ലെ, അത് വിൽച്ചതിന് ശേഷമുള്ള ആ ഒരു അസറ്റിന്റെ ടോട്ടൽ വാല്യൂ നമുക്ക് അവിടെ കിട്ടും. ആ വാല്യൂലാണ് നമ്മൾ എന്ത് ചെയ്യുക, മാർച്ചിന് ശേഷമുള്ള 15% കാണരുത് കേട്ടോ, ബാക്കിയുള്ളത്. ഓക്കെ, മാർച്ച് വരെയുള്ള വാല്യൂ ആണ് 83.23. അതിന് ശേഷമുള്ള എന്താണ്, മന്തിന്റെ ഡിപ്രിസിയേഷൻ നമ്മൾ കണ്ടു. ഓക്കെ അല്ലേ, റെഡി. പിന്നെ നമുക്ക് എന്താ കാണേണ്ടത്, സെക്കൻഡ് വാല്യൂ അല്ലെ, സെക്കൻഡ് ഡിപ്രിസിയേഷൻ. സെക്കൻഡ് അസറ്റ് ഏതാണ്, 2000 നമ്മൾ പകുതിയിൽ നിന്ന് വാങ്ങിയത് അല്ലെ, 2000. അപ്പോൾ ആദ്യത്തെ വർഷം എത്രയാണ്, 150,000 ഡിപ്രിസിയേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ എത്രയാ,
2007 ആകുമ്പോഴത്തേക്ക് 1850 അതിൻ്റെ വാല്യൂ. അതായത് നമ്മൾ 2006 2000 വാങ്ങി അല്ലേ, ആ വർഷം എത്രയാണ് 150,000 ഡിപ്രീസിയേഷൻ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പം മൂന്നാമത്തെ വർഷം ആകുമ്പോഴത്തേക്ക് എത്രയാണ് 1850 ആയിരിക്കും അതിൻ്റെ വാല്യൂ. അപ്പം യെസ് എന്താണ് ആ വർഷം നമ്മൾ സെക്കൻഡ് ഹാസിന് 1850 നമ്മളെന്താ ഫുൾ ഡിപ്രീസിയേഷൻ കാരണം 278. പിന്നെയോ ആ വർഷം നമ്മൾ എപ്പോൾ വാങ്ങിയിട്ടുള്ള മാർച്ച് തന്നെ വാങ്ങിയിട്ടുള്ള 800 രൂപയുടെ അസറ്റ് അല്ലെ, അതിൻ്റെ ഡിപ്രീസിയേഷൻ 800ന്റെ 5/9/12 അതിൻ്റെ ഡിപ്രീസിയേഷനും കണ്ടു. സെറ്റ്. ഇത് അങ്ങോട്ട് ഓർത്ത് വെച്ചുള്ളത് ഇനി സാധാരണ ബാലൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതും ഓക്കെ. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടില്ല, ബുക്ക് വാല്യൂലാണ് കാൽക്കുലേഷൻ. അതാണ് പലർക്കും മിസ്റ്റേക്ക് പറ്റുക. ബുക്ക് വാല്യൂ അത് മറന്നു പോകാൻ പാടില്ല. ഓക്കെ യെസ്, അതായത് വിൽക്കുന്നത് വരെയുള്ള ഡിപ്രിസിയേഷൻ, അതിന് വിറ്റതിൻ്റെ പോർഷൻ്റെ ബുക്ക് വാല്യൂ കുറയ്ക്കുക. നമ്മൾ ബുക്ക് വാല്യൂ കുറച്ചതിൻ്റെ ബേസിലാണ് നമ്മൾ ബാക്കി ഡിപ്രിസിയേഷൻ കാണുക. അതങ്ങോട്ട് ഓർത്ത് വെച്ചോളൂ. അപ്പം ഷുവറാണ് ഈ ക്വസ്റ്റ്യൻസ്, ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസും നല്ല രീതിക്ക് മനസ്സിലാക്കി വെച്ചോളാം, പഠിച്ചോളാം. ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. യെസ്, അപ്പോൾ സെറ്റായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ.